സ്വർണ്ണവില എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. രാജ്യാന്തര സ്വർണ്ണവില, രൂപയുടെ മൂല്യം, പിന്നെ ആഗോള സാമ്പത്തിക അവസ്ഥകൾ എല്ലാം ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. താങ്കൾക്ക് എന്ത് നിക്ഷേപമാർഗമാണ് ഏറ്റവും നല്ലതെന്ന് അറിയണമെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധനോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. സ്വർണ്ണവിലയുടെ കാര്യത്തിൽ കൃത്യമായ പ്രവചനം നടത്തുക എളുപ്പമല്ല. കാരണം ഇത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ആഗോള സാമ്പത്തിക അവസ്ഥ, പലിശ നിരക്കുകൾ, വിവിധ രാജ്യങ്ങളുടെ നയങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സ്വാധീനം ചെലുത്തുന്നു. എന്നിരുന്നാലും പൊതുവെ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു 6 മാസത്തേക്ക് ഹോൾഡ് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമായേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കാൻ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നതും നല്ലതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ആഗോള സാമ്പത്തിക അവസ്ഥയാണ്. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് കൂടുതലായി ഒഴുകും. ഇത് സ്വർണ്ണവില ഉയരാൻ കാരണമാകും. രണ്ടാമത്തെ ഘടകം പലിശ നിരക്കുകളാണ്. പലിശ നിരക്കുകൾ കുറയുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം ഉയരാം. മൂന്നാമത്തേത് ഡോളറിന്റെ മൂല്യമാണ്. ഡോളർ ദുർബലമാകുമ്പോൾ സ്വർണ്ണവില പൊതുവെ ഉയരാറുണ്ട്. അവസാനമായി സ്വർണത്തിന്റെ ആവശ്യകതയും വിലയെ ബാധിക്കും. ഉത്സവ സീസണുകളിലും വിവാഹ സീസണുകളിലും സ്വർണത്തിന്റെ ആവശ്യകത കൂടാറുണ്ട്. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് സ്വർണ്ണവിലയിൽ നിക്ഷേപം ചെയ്യേണ്ടത്. നിലവിൽ ആഗോള സാമ്പത്തികാവസ്ഥ അത്ര നല്ല നിലയിലല്ല. പണപ്പെരുപ്പം, ഉയർന്ന പലിശ നിരക്കുകൾ, യുക്രൈൻ യുദ്ധം തുടങ്ങിയവയെല്ലാം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് സ്വർണ്ണവിലയെ ബാധിച്ചേക്കാം. കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കാൻ ആഗോള സാമ്പത്തിക സംഭവവികാസങ്ങൾ ദിവസേന ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.